നിയോഗം ലാസ്റ്റ് പാർട്ട്. ഹരിക്ക് സുഖാണോ ഗോപിയേട്ടാ? കടയിലേക്ക് കയറി വന്ന സോമൻപിള്ള ചോദിച്ചു. ആ, തരക്കേടില്ലെന്നേ ഉള്ളു പിള്ളേ. ശമ്പളായിട്ടൊന്നും അവനോട് ഞാനൊരു നയാ പൈസ വാങ്ങിയിട്ടില്ല. അവൻ്റെ ഇഷ്ടത്തിന് പോയതാ അങ്ങട്. ഞങ്ങളാൽ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഗോപിനാഥൻ നായർ അയാളോടായി പറഞ്ഞു. 100 വറ്റൽമുളകും കൂടി എടുത്തരു ഗോപിയേട്ടാ, പിള്ള പറഞ്ഞു. സോമൻപിള്ള പലവ്യഞ്ജനവും വാങ്ങി യാത്ര പറഞ്ഞു പോയി. മകൻ പോയിട്ട് 3 വർഷം കഴിഞ്ഞു. വല്ലപ്പോഴും വീട്ടിൽ വരും. ഇടയ്ക്കെങ്ങാനും ഒന്ന് ഫോൺ വിളിക്കും. ജോലി തിരക്കാണ് അവന് സകല സമയം. രുക്മിണി ആദ്യമാദ്യം പരാതി പറയുമായിരുന്നു. പിന്നെ അതും നിർത്തി. അവർക്കും വയ്യാതായി. കഴിഞ്ഞ വരവിന് സൗമ്യ ഒരു നല്ല ആലോചന കൊണ്ടുവന്നതാണ്. അവനൊന്നും പറയാതെ പിറ്റേ ദിവസം സ്ഥലം വിട്ടു. എന്താ അവൻ്റെ മനസ്സിലെന്ന് ആർക്കും അറിയില്ല. ഗോപിനാഥൻ ഓരോന്ന് ഓർത്തിരിക്കുകയാണ്. അമ്മ വിഷമിക്കണ്ട, അടുത്ത വരവിന് നമുക്കെല്ലാം റെഡിയാക്കാം. സൗമ്യ രുക്മിണിക്ക് ഉറപ്പ് കൊടുത്തു. നീ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്ന മോളെ? എപ്പോൾ പറഞ്ഞാലും നിനക്ക് വിവാഹം വേണ്ട. വിഷ്ണു വേണം നിനക്ക് വിവാഹം നടത്തിത്തരാൻ. അച്ഛനും വയ്യാണ്ടായി. കുമാരൻ കൊണ്ടുവന്ന കേസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. അംബിക ഇലയുടെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാന്ദ്രയെ നോക്കി പറഞ്ഞു. അമ്മേ, കുറച്ച് നാൾ കൂടി ഞാനിവിടെ നിന്നോട്ടെ. എനിക്കിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുവാൻ ഒരു ജോലിയായി. പിന്നെ എൻ്റെ പണം കൊണ്ട് എന്നെ കെട്ടിക്കേണ്ട ചുമതല വിഷ്ണു ചേട്ടന് തന്നെ കൊടുക്കണം. എൻ്റെ സങ്കല്പത്തിലുള്ള ആൾ വരട്ടെ. ഞാൻ അമ്മയോട് അങ്ങോട്ട് പറയാം. ഇപ്പം എന്നെ ഒന്ന് വെറുതെ വിട് എന്നും പറഞ്ഞ് സാന്ദ്ര അവരുടെ കവളിൽ അമർത്തി നുള്ളി കൈ കഴുകുവാനായി എഴുന്നേറ്റ് പോയി. ഹരിയേട്ടൻ വരും എന്ന പ്രതീക്ഷയിലാണ് സാന്ദ്ര ഇപ്പോഴും കാത്തിരിക്കുന്നത്. തനിക്ക് ബാങ്കിൽ ക്ലർക്കായിട്ട് ജോലി കിട്ടിയ വിവരം പറയാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ അദ്ദേഹത്തെ വിളിക്കുവാനായി ഫോൺ നമ്പറില്ല. ലാസ്റ്റ് ഏട്ടനെ വിളിച്ചത് 1 വർഷം മുമ്പാണ്. കോയമ്പത്തൂരിലുള്ള വലിയൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റാണെന്ന് മാത്രമേ അവൾക്കറിയൂ. സാന്ദ്രയ്ക്ക് വരുന്ന ഓരോ ആലോചനകളും അവൾ എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് മാറ്റിവിടുകയാണ്. ഇനി അടുത്ത ദിവസം വിഷ്ണുവേട്ടനും ഏട്ടത്തിയും വരുന്നുണ്ട്. പുതിയ ആലോചന എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചെക്കനോട് വന്ന് കാണാൻ ഏട്ടൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു. അതാണ് ഇന്ന് അച്ഛനും അമ്മയും അവളോട് ഇത്രയും സമ്മർദ്ദം ചെലുത്തിയത്. ഈശ്വര, അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് പോലും തനിക്കറിയില്ല. താൻ കാത്തിരിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഓർത്തപ്പോൾ അവൾക്ക് അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി. രാത്രി 3 പേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബ്രോക്കർ കുമാരൻ്റെ ഫോൺ കോൾ സുകുമാരൻ നായരെ തേടിയെത്തിയത്. അയാൾ കഴിപ്പ് നിർത്തി പുറത്തേക്ക് പോയി. എന്തൊക്കെയോ പറയുന്നത് അവ്യക്തമായി കേൾക്കാം. കുറച്ച് കഴിഞ്ഞ് അയാൾ അകത്തേക്ക് വന്നു. അതീവ സന്തോഷവാനായിട്ടാണ് വന്നത്. ഒരു നല്ല ആലോചന ഒത്തുവന്നു. പയ്യൻ ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറാണ്. അപ്പനും അമ്മയ്ക്കും ഒറ്റമകൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്വത്തുമുണ്ട്. നിന്റെ ഭാഗ്യ മോളെ. നാളെ നീ പോകണ്ട ജോലിക്ക്. ചെറുക്കനും കുമാരനും കൂടി ഉച്ചയ്ക്ക് മുമ്പേ വരും. ഞാൻ വിഷ്ണുവിനോട് ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞ അയാൾ പിന്നെയും മുമ്പത്തേക്ക് പോയി. സാന്ദ്രയ്ക്ക് തിരികെ മുറിയിലെത്തിയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ഹരി എവിടെയാണുള്ളതെന്ന് അവൾക്കൊരു പിടിയുമില്ല. ഹരിയുടെ വീടെങ്കിലും അറിയാമായിരുന്നെങ്കിൽ അവിടെ വരെ പോകാമായിരുന്നുവെന്ന് അവൾ ഓർത്തു. പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു. ഹരിയേട്ടനാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നോക്കിയപ്പോൾ വിഷ്ണുവാണ് വിളിക്കുന്നത്. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. മോളെ, നിന്റെ യോഗമാണ് കേട്ടോ ഇങ്ങനൊരു പ്രൊപ്പോസൽ ഒത്തുവന്നത്. എന്തു വന്നാണെങ്കിലും നമുക്കിത് നടത്തണം. സൗന്ദര്യം ഇത്തിരി കുറഞ്ഞാലും സാരമില്ല. വിഷ്ണു എന്തൊക്കെയോ അവളോട് പറയുന്നത് അവൾ കേട്ടുകൊണ്ടിരുന്നു. നാളെ ചെക്കൻ വന്ന് പോകട്ടെ കേട്ടോ. മറ്റന്നാൾ ഞങ്ങൾ അവിടേക്ക് വരാം എന്ന് പറഞ്ഞവൻ ഫോൺ വെച്ച് കഴിഞ്ഞു. സാന്ദ്ര ഓടിപ്പോയി അലമാരയുടെ വാതിൽ തുറന്നു. അതിലാരും കാണാതെ വെച്ചിരുന്ന ഒരു പൊതിയെടുത്തു. സങ്കടവും സന്തോഷവും വരുമ്പോൾ അവളതെടുക്കും. അതാണ് പതിവ്. ഹരി അവളെ കാണുവാൻ അവളുടെ വീട്ടിൽ വന്നപ്പോൾ അവൾ ധരിച്ചിരുന്ന വേഷമാണ്. അവൻ്റെ കരവലയത്തിൽ ഒതുങ്ങി നിന്നപ്പോൾ അവൻ്റെ സുഗന്ധം ആ ധാവണിയിൽ കലർന്നിരുന്നു. ഇപ്പോഴും ഹരിയുടെ സാമീപ്യം അവൾ അറിയുന്നത് ആ ധാവണി എടുക്കുമ്പോഴാണ്. അവളതെടുത്തു വെച്ച് ഒരുപാട് കരഞ്ഞു. ദേവി,
എൻ്റെ ഹരിയേട്ടനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരണേ എന്ന് കുറേ മനമുരുകി പ്രാർത്ഥിച്ചു. പെട്ടെന്നാണ് അവൾക്കൊരു ബുദ്ധി തോന്നിയത്. ശ്യാമിനോട് ചോദിച്ചാൽ ഹരിയുടെ വീട് അറിയാമായിരിക്കും. സരസമ്മ ചേച്ചിയുടെ അനിച്ചത്തിയുടെ വീട് അവിടെ അടുത്താണെന്നല്ലേ പറഞ്ഞത്. എന്തായാലും നാളെ ചെക്കൻ്റെ ആളുകൾ വരും മുമ്പ് ഇവിടുന്ന് പോകാൻ അവൾ തീരുമാനിച്ചു. ശ്യാമിനെ വിളിച്ചപ്പോൾ പക്ഷേ സ്വിച്ച് ഓഫ് ആയിരുന്നു. രാവിലെ സാന്ദ്ര എഴുന്നേറ്റു. അമ്പലത്തിൽ പോയി വരാമെന്ന് പറഞ്ഞ് അവൾ ഒരുങ്ങിയിറങ്ങി. ശ്യാമിനെ കാണുക എന്നതാണ് അവളുടെ ലക്ഷ്യം. വേഗം തൊഴുതിറങ്ങിയിട്ട് അവൾ ശ്യാമിൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. ചേച്ചി ഇതറിയാൻ വന്നതാണോ? കൊള്ളാം, ആ ചേട്ടൻ്റെ കൊച്ചിനൊരു വയസ്സ് കഴിഞ്ഞല്ലോ. ശ്യാമിൻ്റെ മറുപടിയിൽ സാന്ദ്ര ഞെട്ടിത്തെറിച്ചു പോയി. അവൾ തിരികെ വേഗം നടന്നു. ശ്യാം ആരെയോ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. പൊട്ടിക്കരയണമെന്ന് സാന്ദ്രയ്ക്ക് തോന്നി. പക്ഷെ അവൾ കരഞ്ഞില്ല. തന്നെ ചതിച്ച ആളെ ഓർത്ത് എന്തിന് കണ്ണീർ പൊഴിക്കണമെന്ന് അവൾ ഓർത്തു. നീ എന്താ ഇത്ര താമസിച്ചത്? കുമാരനായ ചെറുക്കനുമായിട്ട് ഇപ്പോൾ എത്തും. അമ്മ അവളെ ശകാരിച്ചു. നീ പോയി ഒരുങ്ങി വാകട്ടോ. അവർ പറഞ്ഞപ്പോൾ അവൾ മുറിയിലേക്ക് കടന്നു. ആ മോളെ, ഇതാകട്ടോ ചെറുക്കൻ. ബ്രോക്കർ പറഞ്ഞിട്ടൊന്നും അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കിയില്ല. അവൾക്ക് കാണുണ്ടായിരുന്ന ആരെയും. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അച്ഛൻ ചോദിക്കുന്നത് അവൾ മുറിയിൽ നിന്ന് കേട്ടു. അയാളുടെ മറുപടി പക്ഷേ അവൾ കേട്ടില്ല. സാന്ദ്ര ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. എന്നും തൻ്റെ ഹരിയേട്ടൻ തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നുവെന്ന് അവൾ സ്വപ്നം കാണുമായിരുന്നു. ഇനി അതുണ്ടാവില്ല. ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്നാണ് അവളുടെ അടിവയറ്റിൽ 2 കൈകൾ വന്ന് മുറുക്കി അവളെ ശ്വാസം മുട്ടിച്ചത്. ഉറക്കെ കരയാൻ തുടങ്ങിയ അവളുടെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി. അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ അവൾക്ക് പറ്റുന്നില്ല. താൻ കാത്തിരുന്ന തൻ്റെ പ്രാണനാഥനായിരുന്നത്. അപ്പോൾ തന്നെ കാണുവാൻ വന്നത് ഹരിയേട്ടനാണോ? അവൾക്ക് ഒരുപാട് പറയണമെന്നുണ്ട് അവനോട്. പക്ഷേ സങ്കടവും സന്തോഷവും ഒരുപോലെയാണ് പൊട്ടിയതുകൊണ്ട് അവൾക്ക് മിണ്ടാൻ പറ്റിയില്ല. അപ്പോൾ ഏട്ടൻ കോയമ്പത്തൂരാണെന്ന് പറഞ്ഞത് കള്ളമായിരുന്നല്ലേ? അവൾ ചോദിച്ചു. അതെ, ഞാൻ ബാങ്ക് കോച്ചിങ്ങിനാണ് നേരെ പോയി ചേർന്നത്. ജോലി നേടുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. ആരെയും ഒന്നും അറിയിച്ചില്ല. പിന്നെ നിന്നെക്കുറിച്ചുള്ള എല്ലാ വിവരവും അറിയിക്കാൻ നീ പോലും അറിയാതെ ശ്യാമുണ്ടായിരുന്നു. ഹരി ഓരോ വാക്കുകളും പറയുമ്പോൾ സാന്ദ്രയുടെ കണ്ണീർ അവൻ്റെ കൈകളിൽ കൂടി ഒഴുകി. ഇതാണ് നിയോഗം, അവൻ അവളുടെ കാതിൽ മെല്ലെ പറഞ്ഞു. ഹരിയുടെയും സാന്ദ്രയുടെയും വിവാഹം അങ്ങനെ കഴിഞ്ഞു. ആർപ്പുവിളികൾ കഴിഞ്ഞു. അവൻ്റെ നെഞ്ചിൽ തലചേർത്ത് കിടക്കുകയാണവൻ. പുതിയൊരു നാളേക്കായി, പുതിയൊരു ഉദയത്തിനായി. ഒരു കുഞ്ഞി കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.